ഒരു പ്രശ്നം ഒരു ഹാർട്ടിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്? ഏറ്റവും ഒരു മനുഷ്യൻ്റെ ബോഡിയിലേക്ക് ഒരു കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ വരുന്നത് നമുക്ക് എന്ത് കഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അല്ല, സത്യത്തിൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഭക്ഷണശീലം തന്നെയാണ്. കാരണം കൊളസ്ട്രോൾ കൂടുക എന്നുള്ളത്, കൊളസ്ട്രോൾ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, LDL. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഒരു കാരണമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ 35% മാത്രമേ ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ശരീരത്തിനകത്തു നിന്ന് ഉണ്ടാകുന്ന കൊളസ്ട്രോളാണ്. പിന്നെ ഷുഗറും പ്രഷറും കൂടാൻ കാരണമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ. ഉപ്പ് ധാരാളം കഴിക്കുന്നത് പ്രഷർ കൂടാനോ, ഷുഗർ ധാരാളം കഴിക്കുന്നത് ഡയബറ്റീസ് കൂട്ടാനോ ഒക്കെ കാരണമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ്ലി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ ഇതുമായി ബന്ധപ്പെടാത്ത മറ്റ് പുകവലി പോലുള്ള ശീലങ്ങൾ, പിന്നെ പാരമ്പര്യ ഘടകങ്ങളൊക്കെ. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം എപ്പോഴും ചെയ്യാൻ പറ്റും. ഹൃദ്രോഗം പാരമ്പര്യമായ ഒരു ഘടകമുണ്ട്. ഹൃദ്രോഗം മാത്രമല്ല, അല്ല, പല അസുഖങ്ങൾക്കും ഡയബറ്റീസ് ഉണ്ട്, BP-ക്കും ഉണ്ട്. ഓ, അത് ശരി. ഈ പറഞ്ഞ പോലെ സിത്താര ഇങ്ങനെ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് വല്ല നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? ഇന്നത് നിങ്ങൾ ആരോഗ്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തിന്നണ വിഷ്വല് കാണിച്ചോണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതിയും കഴിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് കൊതിയാവും. അത്ര ആത്മാർത്ഥത്തോടെയാണ് കഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും പ്രോഗ്രാമുള്ള ദിവസങ്ങളിലുള്ള ഭക്ഷണം വളരെ ഇറഗുലർ ആയിരിക്കും. സമയത്തിന് കഴിക്കില്ല. പിന്നെ അത് നമ്മൾ ശരിക്കും നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ അല്ലേ ഡോക്ടർ? സമയത്തുള്ള ആഹാരം ഒക്കെ പ്രശ്നമാണ്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇറഗുലർ ശീലങ്ങൾ കുറച്ച് പേര് ചിട്ടയിൽ ചെയ്യണത് കാണുമ്പോൾ അത്ഭുതം. അപ്പോഴും ദാസാരൊക്കെ അത് യാത്രകളിൽ പോലെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്സ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയം ഭയങ്കര അത്ഭുതം തോന്നും. ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും, ടെൻഷൻ വരുമ്പോൾ കഴിക്കാണ്ടിരിക്കും, അപ്പോൾ കൂടുതൽ വേഴ്സാവും. ഈ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് സിംഗേഴ്സിൻ്റെ ഒക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും പിന്നെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കുറച്ച് ആങ്സൈറ്റി, ടെൻഷൻ, അപ്പോൾ ഈ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് വന്നിട്ട് ആങ്സൈറ്റി അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ട്രബിൾസ് ഉണ്ടാവുന്നത്. ഗ്യാസ്ട്രിക് അസിഡിറ്റി വന്നിട്ട് ഇങ്ങനെ തൊണ്ടയിലൊക്കെ പ്രശ്നം വരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഈ സ്റ്റേജിലൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തികൾ, ഇപ്പം സിത്താര അവിടെ വന്നപ്പോൾ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു, പക്ഷെ എന്നാൽ ഞാൻ ആ കോംപ്ലിമെന്റ് തിരിച്ചു തരാമെന്ന് വിചാരിക്കല്ലേ. സിത്താര ഗായത്രി മഞ്ചേരി, എനിക്ക് ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സുന്ദരിയായിട്ട് പെൺപിള്ളേരെ കാണുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പാടുമ്പോഴൊക്കെ. അപ്പോൾ ശരിക്കും അതിനകത്ത് എനിക്കൊരു മനസ്സിലാക്കി എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനാന്ന് വെച്ചാൽ, നമ്മളൊരു മേക്ക് ഓവർ വരില്ലേ, ഒരു പാട്ട് പാടുമ്പോൾ ഒരു മേക്ക് ഓവർ മസ്റ്റ് ആണോ? ഒരു എങ്ങനെ രണ്ട് തരത്തിലാണ് ആക്ച്വലി. ഇതിപ്പോൾ വിഷ്വലിൻ്റെ ഒരു സമയം കൂടിയാണ്. എല്ലാവരും ആ വിഷ്വലും കൂടി ചേർത്തിട്ടാണ് മ്യൂസിക്കിനെയും സാധാരണ ആളുകൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പ്രസൻറ്റബിൾ ആവുക, ഭംഗിയായിട്ടിരിക്കുക, ഭംഗിയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് ഇഷ്ടമാണ്, പ്ലസൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ. അപ്പം ആ രീതിയിൽ ഒരു എന്താ പറയുക, ടോട്ടൽ ഭംഗി കൊടുക്കുക എന്നുള്ളത് ഒരാവശ്യമാണിപ്പം. ഇപ്പോഴത്തെ ഒരു ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണേ. മ്യൂസിക്കിൻ്റെ ഒരു നമ്മളുടെ പ്രാക്ടീസിനെയോ അതിൻ്റെ ക്വാളിറ്റീനെയോ ഒന്നും നമ്മളുടെ ഈ ഒരു മേക്ക് ഓവറൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ഈ ഒരു നമ്മൾ മ്യൂസിക് മാത്രം ആസ്വദിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഇതിനൊക്കെ എത്രമാത്രം വെയിറ്റേജ് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക, അപ്പം നമ്മൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ നിൽക്കുക എന്നുള്ള. എനിക്ക് ഭക്ഷണം തന്നെയാണെങ്കിലും നമ്മൾ എത്ര സ്വാദുള്ള ഭക്ഷണമാണെങ്കിലും അതൊന്നും നല്ലൊരു പാത്രത്തിൽ ശരിയാ അതേപോലെ ആയിരിക്കും. ഒന്ന് ഭംഗിയായിട്ട് നിൽക്കുക. അത് ഞാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ ആവുക പാടുന്ന സമയത്ത് അതുപോലെ. ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ഓടായിട്ട് ആളുകൾക്കും തോന്നുന്നത്, ഓക്വേർഡ് ആവുന്നത്. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ബേസിക്കലി ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മിക്ക നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഒരു, ഞാൻ അതിന് സ്ട്രിക്ട്ലി എഗെയിൻസ്റ്റ് ആണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ ഒന്നുമില്ലാതെയോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പറയും എനിക്ക് തലവേദന, പനിയാ, ഒരു മരുന്ന് തരാൻ. അങ്ങനെ മേടിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല അസുഖങ്ങളും ഉണ്ടാവുന്നത് ഈ സെൽഫ് ഡ്രഗിങ് കൊണ്ടാണ്. നമ്മൾ സ്വയം ചികിത്സ എന്ന് പറയുന്നത് സത്യത്തിൽ ആത്മഹത്യാപരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാരസെറ്റാമോൾ പോലും നമ്മൾ സ്വയം തീരുമാനിച്ച് വാങ്ങി കഴിക്കരുത്. താങ്ക് യു, ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. അറിഞ്ഞു തരിക എന്നുള്ളതാണ് ആനീസ് കിച്ചന്റെ പ്ലസ് പോയിന്റ്. സ്വയം ചികിത്സ തെറ്റാണ്. നേരത്തെ അങ്ങനെയൊക്കെ നമുക്ക് ലോ അങ്ങനെയൊന്നും കൊണ്ടുവരാനൊക്കെ ഉണ്ട്, ലോ ഉണ്ട് ശരിക്കും. അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുന്നത് നിയമം മൂലം തടഞ്ഞിട്ടുണ്ട്.
പക്ഷേ ചില മരുന്നുകളുടെ കാര്യത്തിൽ ഇപ്പം സാധാരണഗതിയിൽ നിത്യോപയോഗം പോലെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്രീ നമ്മൾ പോയാൽ നേരിട്ട് കിട്ടും. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ സെഡേറ്റീവുകളോ അങ്ങനെയുള്ള മരുന്നുകളൊന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുകയില്ല. ഇനി സിത്താരയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, മോളെ കുഞ്ഞിലെ പാട്ടും ഇതെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പാട്ട് ഡാൻസ് എല്ലാം ഏത് ടൈപ്പ്? അതായത് ഡാൻസ് എന്ന് പറയുമ്പോൾ ഭരതനാട്യമാണോ? ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ഞാൻ ബേസിക്സ് മുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പം പാട്ട് ആദ്യം കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു ട്രെയിനിങ് എടുത്തിരുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡ് 12th വരയ്ക്കും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ മെല്ലെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ട്രെയിനിങ് അതിന് കൂടെ തുടങ്ങി. അപ്പോൾ 11th 12th മ്യൂസിക് ആണോ ബേസ് എടുത്ത്? അല്ല, സയൻസ് തന്നെയാണ്. ബയോ മാത്സ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ലിറ്ററേച്ചറാണ്. അത് കഴിഞ്ഞിട്ട് PG ചെയ്തതും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു. എൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ട്രെയിനിങ്ങും എടുത്തത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നത്. ഞാൻ അല്ലെങ്കിലും വേറൊരു ജോലിയെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ടീച്ചിങ് ഞാൻ കഴിക്കാം. സിത്താരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നോളൂ. അപ്പം ടീച്ചിങ് ഒക്കെ ഇടയ്ക്കൊരു ഇതായി വന്നു. എനിക്കതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ മ്യൂസിക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ. മ്യൂസിക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു സ്വപ്നം. അപ്പോൾ അത് ഭാഗ്യം പോലെ ഇങ്ങനെ വന്നു. ഞാൻ മെല്ലെ ഒരു മ്യൂസിക്കിലൊരു മാസ്റ്റേഴ്സും കൂടി ചെയ്തു കൽക്കട്ടയിൽ പോയിട്ട്, രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി. ഞങ്ങൾ ഫസ്റ്റ് അരങ്ങേറ്റം ഗസൽസും ഗസൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ഗസൽസ് ഒക്കെ പാടാനുള്ള അവസരം പിന്നീടാണ് കിട്ടുന്നത്. അത് ഇപ്പോഴും കേരളത്തിൽ കുറച്ച് ഗസൽസ് ഒക്കെ പാടി വരുമ്പോൾ പിന്നെ കുറച്ച് ബാബുക്കയുടെ പാട്ടുകൾ ആ ഒരു മൂഡിലാണ് പോവുക. ഇപ്പോൾ ബാബുക്കയുടെ രണ്ട് വരി ഭക്ഷണം കഴിക്കുമ്പോൾ പാടരുതെന്നൊക്കെ പറയും. ഗുരുക്കന്മാരാരെയും കണ്ടെങ്കിൽ ക്ഷമിക്കുക. കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി കയ്യിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകൾ പാടിയിട്ടില്ലേ? സിനിമയ്ക്ക് വേണ്ടിയിട്ട് നാടൻ പാട്ടുകൾ എനിക്ക് അതർവൈസ് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകളുടെ കുറച്ച് പാടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൽസമേൽ എന്ന ആൺകുട്ടി, അതിലത്തെ പാട്ട് ഭയങ്കര പ്രത്യേകത ഉള്ളൊരു പാട്ടാണ്. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശബ്ദത്തിലാണ് പാട്ടിരിക്കുന്നത്. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടിവായോ അക്കര നിക്കണ ചക്കിപ്പെണ്ണിൻ്റെ കയ്യോ കാലോ തൊട്ടുവായോ കയ്യോ കാലോ തൊട്ടുവായോ നേരം പോയി പൂക്കൈത മറവറ്റേ ഞാനവിടെ ചെന്ന് പിന്നെ കെട്ടാപുര കെട്ടിച്ചേ ഹേ കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്. മോളുടെ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. ഞാൻ മ്യൂസിക് ആദ്യം പഠിച്ചു തുടങ്ങിയത് രാമനാട്ടുകര സതീശൻ മാഷിൻ്റെ കീഴിലാണ്. പിന്നെ പാലാ CK രാമേന്ദ്രൻ സാറിൻ്റെ കീഴിൽ. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഉസ്താദ് ഫയാസ് ഖാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും പിന്നെ കൽക്കട്ടയിൽ എൻ്റെ പ്രൊഫസേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർ ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം വിനോദിന് ടീച്ചർ. ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരു കുറച്ച് നാളായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്, ഒരു 5 വർഷത്തോളമായി പെർഫോം ചെയ്തിട്ട്. ഇപ്പം നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി പാട്ടുകാരെ, അതായത് ഇപ്പം ആക്ട്രസ് ആയാലും ഒക്കെ വെളിയിൽ നിന്ന്, ഐ മീൻ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നല്ല, വെളിയിൽ നിന്നൊക്കെ വന്നിട്ട് ആക്ട് ചെയ്ത് പോകുന്നുണ്ട്, പാട്ട് പാടി പോകുന്നുണ്ട്. ഇപ്പം ശരിക്കും വെളിയിൽ നിന്ന് ആക്ട് ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമുണ്ട് കേട്ടോ മാനസികമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴല്ല പണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ട ചാൻസ് ഒക്കെ പോയല്ലോ ദൈവമേ എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ പാട്ടിനും ഇപ്പം സംഭവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ സിത്താര അവിടെയും പാടിയിട്ടുണ്ട് തമിഴില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സിൻസിയറായിട്ടും സത്യസന്ധമായിട്ടും പറയാണ്. കാരണം ഞാൻ ഒരു പാട്ടും ഇപ്പം നമുക്കിപ്പം ഇവിടുത്തെ ബാക്കി മലയാളികൾ പാടുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടാൻ പറ്റുന്നില്ലല്ലോ. അതിൽ തന്നെ എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറ് ആരുടെ അടുത്താണോ കൃത്യമായി ആ പാട്ടുകൾ എത്തേണ്ടത് അവരുടെ കയ്യിൽ എത്തുകയും വേണം. നമ്മളുടെ മ്യൂസിക് ഭയങ്കര ഭംഗിയായിരിക്കണം.
എന്നാലേ നമുക്ക് നല്ല പാട്ട് കേൾക്കാനും പറ്റുള്ളൂ. ഔട്ട്പുട്ട് ഏറ്റവും നല്ലതായിരിക്കണം. അപ്പം ഞാൻ ഈ ബൗണ്ടറീസിൽ വിശ്വസിക്കുന്നേ ഇല്ല. എനിക്ക് ലോകത്തുള്ള മുഴുവൻ മ്യൂസിക്കും ഒരേപോലെയാണ് ഞാൻ ചെവി കൊടുക്കാറുള്ളത്. നമ്മുടെ മ്യൂസിക് കൂടുതൽ സിത്താര ഇഷ്ടപ്പെടുന്ന പാട്ട് മെലഡി ആണോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ ഒക്കെ കേൾക്കും ഞാൻ. മെലഡി കംഫർട്ട് തോന്നുന്നത് പാടാൻ എനിക്കിഷ്ടം ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓപ്പൺ ത്രോട്ടഡ് ആയിട്ടുള്ള എൻ്റെ എന്താ പറയുക കുറച്ച് ഗസൽസ് ആണെങ്കിലും സൂഫി മ്യൂസിക്കിനോടൊക്കെ ഒരു അഫിനിറ്റി കൂടുതലുണ്ട് എനിക്ക്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിനോടൊക്കെ. അല്ലാണ്ട് കേൾക്കാൻ എനിക്ക് ജാസ് ബ്ലൂസ് ഇഷ്ടമാണ്. പിന്നെ നല്ല ഡപ്പാങ്കൂത്ത് ചില സമയത്ത് ഹെഡ്ഫോണിലിട്ടിട്ട് വാതിലടച്ച് ഫുൾ ഡാൻസ്. ഓരോ മൂഡിനനുസരിച്ചാണ് പൊതുവെ. ചില സമയത്ത് ചില പാട്ടുകളോട് അഫിനിറ്റി പറയാറുണ്ട്. ഡോക്ടർ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് നല്ല ടിപ്സ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അവരെ ഹെൽത്തായിട്ട് ബേസിക്കലി ഒരു ഡെയിലി റൊട്ടീനിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ആണ് നമ്മുടെ അതിൻ്റെ ഭക്ഷണ രീതികളാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലാണെങ്കിലും പുറത്തുനിന്ന് കിട്ടുന്ന എണ്ണ അത് റീസൈക്കിൾഡ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും ഒരേ എണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരും. അത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും. അത് അപകടമാണ്. പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിൽ ഭക്ഷണം പരമാവധി കഴിക്കുക. ഇനി ഹോട്ടലിൽ കഴിക്കുമ്പോൾ തന്നെ നമ്മളിതുപോലെ ആവിയിലുള്ള വെന്ത ഭക്ഷണം അതൊക്കെ കഴിക്കാം. വറുത്തതും ഫ്രൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ ബേക്കറി ഐറ്റംസ് കുറക്കുക, നന്നായിട്ട് കുറക്കുക. സ്വീറ്റും സോൾട്ടും അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക. ഡോക്ടർ, ഇപ്പം നമ്മൾ എത്രയായാലും മനുഷ്യരാണ്, നമുക്ക് സ്വാദുണ്ട്, നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ജങ്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബർഗറൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യും അതൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതൊക്കെ തിന്നാലും അതിനുള്ള റെമഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആലോചിക്കും നാളെ മുതൽ ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങും. അത് വളരെ സത്യമാണ്. അതിനറിയോ, മലയാളത്തിൽ നാളെ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചിടത്തോളം കാലം ഞാൻ ഉൾപ്പെടെ ഇന്നു മുതൽ എന്നല്ല നാളെ മുതൽ വ്യായാമം ഒന്നും വേണമെന്ന് വ്യായാമത്തിന് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കരമായ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി 45 മിനിറ്റെങ്കിലും നടന്നിരിക്കണം. അപ്പോൾ അയാൾക്ക് അസുഖം വരാനുള്ള സാധ്യത 3/1 കുറയും. സിത്താരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്രയും നാൾ വർക്ക് ചെയ്തതിലും പാടിയതിലും ഒക്കെ ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും നല്ലൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വേദി എന്തായിരുന്നു? കുറേ എണ്ണം ഉണ്ട് ചേച്ചി. ഇഷ്ടപ്പെടാത്തത് വളരെ അപൂർവമാണെന്ന് മാത്രം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഫണ്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, പാട്ടുകാരായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുടെ കൂടെ പെർഫോം ചെയ്യുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് പാടിയതിൻ്റെ സന്തോഷം ഇന്നാന്ന് പറയാനൊക്കെ അല്ലേ. ഓക്കെ, നല്ല കാര്യം. എന്തായാലും എന്താ പറയുന്നത്, സിത്താര ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു, സിത്താരയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ സിത്താര ഇത്രയും നേരം എനിക്ക് തോന്നുന്നു ഫോർമാലിറ്റിയുടെ പുറത്ത് ഇങ്ങനെ എന്താ പറയുക നമ്മളെല്ലാം കണ്ടതല്ലേ ഇച്ചിരി കഴിക്കാൻ ഇത് സംഭവിക്കാത്തത്. അതായത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്താ ദൈവമേ, എനിക്ക് വല്ല തേർഡ് സെൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യമേ കൊടുത്തിട്ടാ വർത്താനം പറഞ്ഞു. ചില എപ്പിസോഡ്സ് കാണും, ഞാൻ പറയട്ടെ ചേച്ചി, ചില എപ്പിസോഡ്സ് കാണുമ്പോൾ ഏതൊരു പടത്തിലുണ്ട് ജഗദീഷ് സാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ എടുക്കുമ്പോൾ അയാളുടെ കൈ പിടിച്ചു വെച്ചിട്ടിങ്ങനെ അവസാനം കഴിഞ്ഞു ഇനി പൊക്കോ, ഞാൻ അവസാനം ഇനി അത് പറയോ. ശരി, എന്താ പറഞ്ഞ ആ പരാതി ഞാനങ്ങ് ഏറ്റു. ഇനിയിപ്പോ നമുക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കാം. ഇനി കഴിച്ചോളൂ, കഴിച്ചിട്ട് പറഞ്ഞോളൂ. രണ്ടത് പല്ലോടൊന്നും പരീക്ഷിക്കണ്ട അല്ലേ. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയില്ലേ. ഇനി എന്നാ പറയുന്നത്, നമ്മുടെ ആനീസ് കിച്ചണിലൂടെ നമുക്ക് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ആട്ടോ, നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനെയും കൂടെ നോക്കണം, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം, എല്ലാം ചെയ്യണം. ഡെഡിക്കേഷൻ സോങ് ആവാം. പിന്നെ ഉണ്ടോന്നോ? ഇത് മിക്കവാറും ഞാൻ തിന്ന ക്രാബല്ല ഞാൻ ഇങ്ങോട്ട് വാങ്ങി ഉണ്ടോന്ന് എന്നാലോക്ക്. ഡോക്ടർക്ക് സ്നേഹം തോന്നി, ഞാനാണ് ഈ ഐഡിയ പറഞ്ഞത്, ഞങ്ങള് എന്താ പറയാ, നമ്മള് കുട്ടികള് രീതിയിൽ ആ ഒരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏജ് നമ്മളിങ്ങനെ ഭയങ്കര സിനിമ ഭയങ്കര ഫാസിനേഷൻ ആയിട്ട് കാണുമ്പോൾ കൊതിയോടെ കണ്ടിട്ടുള്ളൊരു പാട്ടാണ് ചിച്ച 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 എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി തിങ്കൾ കൊമ്പിൽ കൂടും കൂട്ടി കാതോർത്തിരിപ്പൂ ഞാൻ എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി.
അഭിനയിക്കും ഇപ്പോൾ ഒന്നും കൂടെ. ശരിക്കും ഇത്രയും ഡെഡിക്കേഷൻ എനിക്ക് വേണ്ടി തന്നില്ല. അതിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്കല്ല ഞാൻ കൊടുക്കുന്നത്, ശരിക്കും കമൽ സാറിനും ശ്രീനിയേട്ടനും എനിക്ക് ആ ഒരു ക്യാരക്ടർ തന്നിട്ട് ഇത്രയും സക്സസ് ആക്കുക. എനിക്കും സിതാരയുടെയൊക്കെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാരിയറിൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് മഴയത്ത് മുൻപേ ആയിരുന്നു. അതിലാണ് എൻ്റെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതും ആ ക്യാരക്ടർ ചെയ്ത് കണ്ടിട്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, മനസ്സിനകത്ത് ഒരുപാട് തൃപ്തിയുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ ഫോർമാലിറ്റി ആയി പോകും, അതുകൊണ്ട് വേണ്ട. എന്നാലും ഒരു മനസ്സ് നിറയെ തൃപ്തിയും സന്തോഷവും ഉണ്ട്. ഇവിടെ വന്നതിൽ വളരെ വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇനി സിത്താര എത്ര ഉയരത്തിലെത്താൻ പറ്റുമോ, അതെനിക്ക് വേണ്ടി പാടിത്തന്നോണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സിൻസിയറായിട്ട് പറയാം, എത്ര ഉയർച്ചയിലെത്താൻ പറ്റുമോ അത്രയും എത്തട്ടെ.